നമസ്കാരം. അയോധ്യയിലെ വിജയത്തിന്റെ ചുവട് പിടിച്ച് ബി.ജെ.പി. ഇപ്പോൾ മഥുരയിലേക്ക് കണ്ണുതിരിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് വിവാദത്തെ ആയുധമാക്കി വീണ്ടും രാജ്യത്തെ വർഗീയ സംഘർഷത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിക്കൊടുക്കുകയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഇന്ന് ചെയ്യുന്നത്. ദാരിദ്ര്യത്തിന്റെ പാളത്തിലലയുന്ന ലക്ഷക്കണക്കിന് പൗരന്മാർ, തൊഴിലില്ലായ്മയുടെ ഇരുട്ടിൽ അലഞ്ഞു നടക്കുന്ന യുവാക്കൾ, വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി നിലവിളിക്കുന്ന ഇന്ത്യൻ ജനത, ഇതൊക്കെയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ വേദനകൾ. എന്നാൽ ഈ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം ഹിന്ദു മുസ്ലിം വിഭാഗീയതയുടെ പഴയ ക്രമം തുടരുകയാണ് ബി.ജെ.പി. അയോധ്യയും ഗ്യാൻവാപിയും മഥുരയും എന്നിങ്ങനെ നീണ്ടുകിടക്കുന്ന ആ ലിസ്റ്റ് ദേശീയ ഐക്യത്തെ കീറിമുറിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. വിഷയത്തിലേക്ക് വരാം. അയോധ്യയിലെ രാമക്ഷേത്ര സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നും അടുത്തത് മഥുരയുടെ ഊഴമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. മധുര വൃന്ദാവൻ ക്ഷേത്രമാണ് അടുത്ത ലക്ഷ്യമെന്ന വിവാദ ആൾദൈവം ബാബ ബാഗേശ്വറിന്റെ അഭിമുഖ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഔദ്യോഗിക എക്സ് പേജ് വഴിയുള്ള പുതിയ പ്രഖ്യാപനമെത്തിയത്. അയോധ്യ രാമക്ഷേത്രം പോലെ സമാനമായ ഒരു ക്ഷേത്ര പ്രസ്ഥാനങ്ങളിൽ RSS ഭാഗമാകില്ലെന്ന് സർ സംഘചാലക് മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രാമക്ഷേത്രത്തിന് ശേഷമുള്ള ലക്ഷ്യം കുറിക്കുന്ന പോസ്റ്റുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീരാമൻ സിംഹാസനസ്ഥനായി ഇനി കൃഷ്ണനും തൽസ്ഥാനത്ത് ഇരിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ബാബ ബാഗേശ്വറിന്റെ വാക്കുകൾ. രാജ്യത്ത് വിശ്വാസവും പാരമ്പര്യവും ഇപ്പോൾ കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര ഹിന്ദുത്വ പ്രഭാഷണങ്ങളും പ്രസ്താവനകളുമായി വിവാദങ്ങളിൽ നിറയുന്ന ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി എന്ന ബാഗേശ്വർ ബാബയുടെ ചാനൽ പരിപാടി പങ്കുവെച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ നീക്കം മധുര കൃഷ്ണ ജന്മഭൂമിയിലെ അവകാശവാദം വീണ്ടും സജീവമാക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ മാസം നടന്ന RSS 100ാം വാർഷിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മറ്റൊരു ക്ഷേത്ര പ്രസ്ഥാനത്തിലും RSS പങ്കുചേരില്ലെന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത്. എന്നാൽ പള്ളികൾ തിരിച്ചുപിടിക്കാൻ സ്വയം സേവകർ പങ്കെടുക്കുന്നത് തടയില്ലെന്നും കാശിയിലെ ഗാൻവാബി മസ്ജിദും മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദും ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കണമെന്നുമായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രഖ്യാപനം. ഹിന്ദു മനസ്സുകളിൽ കാശി, മധുര, അയോധ്യ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2 ജന്മസ്ഥലങ്ങൾ എന്ന നിലയിലും 1 താമസ സ്ഥലം എന്ന നിലയിലുമാണത്. അതിനാൽ ഹിന്ദു സമൂഹത്തിന് ഈ 3 സവിശേഷതയുണ്ടെന്നും ഭാഗവത് അന്ന് പറഞ്ഞു. രാമക്ഷേത്രത്തിനു പിന്നാലെ കാശിയും മധുരയും സജീവമാക്കി നിർത്താനുള്ള രാഷ്ട്രീയ ചുവടുവയ്പായാണ് മോഹൻ ഭാഗവതിന്റെയും ഇപ്പോൾ ബി.ജെ.പിയുടെയും നീക്കങ്ങളെ വിലയിരുത്തേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളിലൊന്നാണ് രാമക്ഷേത്ര നിർമ്മാണം. ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ വർഷങ്ങളായി ഈ വിഷയം ഒരു പ്രധാന ഘടകവുമാണ്. അയോധ്യയിൽ രാമക്ഷേത്രം പണിതുയർത്തിയതോടെ ഒരു സ്വപ്നം യഥാർത്ഥമായി എന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വിജയം മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. അയോധ്യയ്ക്ക് ശേഷം മധുരയാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ചും പരിശോധിക്കേണ്ടതുണ്ട്. ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ തന്നെ രാമക്ഷേത്ര പ്രസ്ഥാനത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. 1980കളിൽ ആരംഭിച്ച രാം ജന്മഭൂമി പ്രസ്ഥാനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ മാറ്റിയെഴുതാൻ സഹായിച്ചിട്ടുണ്ട്. LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രകൾ ബി.ജെ.പിക്ക് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ വളരാനുള്ള ഊർജം നൽകി. ബാബറി മസ്ജിദ് തകർത്ത സംഭവം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറിയെങ്കിലും അത് ബി.ജെ.പിക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. രാമക്ഷേത്ര നിർമ്മാണം തങ്ങളുടെ പ്രഖ്യാപിത നയമാണെന്ന് പാർട്ടി എപ്പോഴും ഊന്നി പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ വിജയമാണ് നൽകിയത്. ഈ വിജയം തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഈ വിഷയത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. ഈ വിജയം തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയുടെ തുടക്കമാണെന്ന സൂചനയാണ് ബി.ജെ.പി. നേതാക്കൾ ഇപ്പോൾ നൽകുന്നത്. അയോധ്യയ്ക്ക് ശേഷം മധുരയിലേക്ക് എന്ന മുദ്രാവാക്യം ബി.ജെ.പിയുടെ
അടുത്ത നീക്കത്തെയാണ് സൂചിപ്പിച്ചത്. മധുരയിലെ കൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം അയോധ്യയിലെ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഷാഹി ഈദ്ഗാഹ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ടുള്ള തടവറയുടെ മുകളിലാണെന്നാണ് ഹിന്ദു സംഘടനകൾ അവകാശപ്പെടുന്നത്. ഈ വിഷയത്തിൽ കോടതികളിൽ കേസുകളും നിലവിലുണ്ട്. BJPയുടെ ഈ നീക്കം ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അയോധ്യയിലെ വിജയം മധുരയിൽ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. മധുര, കാശി എന്നീ സ്ഥലങ്ങൾ കൂടി BJPയുടെ അജണ്ടയിൽ ഉണ്ടെന്ന് പല നേതാക്കളും സൂചിപ്പിക്കുന്നു. ഈ സ്ഥലങ്ങളെല്ലാം ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നീക്കങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിലുള്ള ഭിന്നതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട്. മതപരമായ ധ്രുവീകരണം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വെല്ലുവിളിയായേക്കാം. അയോധ്യയ്ക്ക് ശേഷം മധുര എന്ന BJPയുടെ പ്രഖ്യാപിത നയം വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അത് അവരുടെ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങളുടെ തുടർച്ചയാണ്. ഈ നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ മതപരമായ ധ്രുവീകരണത്തിന് വഴിവെക്കും. അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ഇത് കാരണമാകും. ഈ വിഷയങ്ങൾ ഭാവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.